തിരുവനന്തപുരത്ത് നിന്ന് ദിലീപ് കൂടി ചേരുന്നുണ്ട്. ദിലീപ്, എന്തായാലും എറണാകുളത്ത് നിന്നും തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. എന്നിരുന്നാൽ കൂടിയും കൃത്യമായിട്ടുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ടോ? തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടോ സംഘം? അതുപോലെ തന്നെ എവിടെയാകും അദ്ദേഹത്തെ ആദ്യം എത്തിക്കുക? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? വിഷ്ണു, നിലവിൽ ചേർത്തല എത്തിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. എന്തായാലും തിരുവനന്തപുരത്തുള്ള തൈക്കാടുള്ള സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ഇദ്ദേഹത്തെ എത്തിക്കുമെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും TG മോഹൻദാസിന്റെ കേസുമായി ബന്ധപ്പെട്ട് നാളെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ നാളെയാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് BJP അടക്കമുള്ളവർ രംഗത്തെത്തി പറയുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നതും TG മോഹൻദാസ് പറഞ്ഞ ആരോപണത്തിൽ ചെറിയ പിശക് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടക്കമുള്ളവർ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞവർക്കെതിരെ പോലീസ് ഇതുവരെയും ഒരു നിയമ നടപടിയും സ്വീകരിച്ചില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്ര തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്ത് എന്നടക്കമുള്ള ഒരു വിമർശനം ഉയരുന്നുണ്ടും. അതോടൊപ്പം തന്നെ ഇന്ന് ഞായറാഴ്ചയാണ്, സ്വാഭാവികമായിട്ടും കരുതിക്കൂട്ടി തന്നെയാണ് അറസ്റ്റ് ചെയ്ത് എന്നടക്കമുള്ള വിമർശനം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ CJP സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ചെറിയ പിശക് പറ്റി എന്നത് വാസ്തവം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നതും നേരത്തെ വിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൽ ഭരിക്കുന്ന മന്ത്രിമാർക്കെതിരെയും ഒട്ടനവധി ആരോപണങ്ങളും അതുപോലെ തന്നെ ഒട്ടനവധി പ്രസ്താവനകളും ചില നേതാക്കൾ നടത്തിയിട്ട് പോലും, ചില പ്രവർത്തകർ നടത്തിയിട്ട് പോലും അവർക്കെതിരെ യാതൊരു നടപടിയും കേരള സർക്കാർ സ്വീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയുടെ പോലീസ് ഒരു നടപടി പോലും സ്വീകരിച്ചില്ല. പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ടത് അർജുൻ ആയങ്കിയുടെ കേസുമായി ബന്ധപ്പെട്ടും എത്ര ദിവസത്തിന് ശേഷമാണ് പോലീസ് കേസെടുത്തുകയും അതുപോലെ തന്നെ അന്വേഷണം ഊർജിതമാക്കിയ നടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി കൂട്ടി യോജിപ്പിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഈ TG മോഹൻദാസിന് പറ്റിയ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഇത്ര തിടുക്കപ്പെട്ട് പോലീസ് കേസെടുക്കേണ്ട കാര്യമുണ്ടോ എന്നടക്കമുള്ള ഒരു വിമർശനം ഉയരുന്നുണ്ട്. വിഷ്ണു, ദിലീപ, എന്തായാലും ഈ പറഞ്ഞതുപോലെ ഏതൊരു വിഷയത്തിലായാൽ പോലും, എന്ത് രാഷ്ട്രീയ നിരീക്ഷണത്തിലായാൽ പോലും ശക്തമായ നിലപാട് തന്നെയാണ് TG മോഹൻദാസ് അന്നും ഇന്നും എപ്പോഴും എടുക്കുന്നത്. അത്തരത്തിൽ വളരെയധികം സധൈര്യം മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിനെതിരെ ഇത്ര തിടുക്കപ്പെട്ട ഒരു നടപടി ഉണ്ടാകുമ്പോൾ അതിന് പിന്നിൽ കൃത്യമായി പറഞ്ഞാൽ വലിയൊരു ഗൂഢാലോചന തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.